എർത്ത്വൈസ് മീഡിയയിലേക്ക് സ്വാഗതം. ബീറ്റ ജനറേഷൻ എന്നത് 2025-നും 2039-നും ഇടയിൽ ജനിക്കുന്ന ഒരു പുതിയ തലമുറയാണ് സൂചിപ്പിക്കുന്നത്. ഈ തലമുറ മില്ലേനിയൻസ്, ജെൻസെഡ് എന്നീ തലമുറകളുടെയും സ്വഭാവ സവിശേഷതകളുടെയും സങ്കരമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബീറ്റ തലമുറയ്ക്ക് സാങ്കേതിക വിദ്യ ഒരു സ്വാഭാവിക ഭാഗമായിരിക്കും. അവർ ജനിക്കുന്നത് AI, VR, AR തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ വളരെ സജീവമായ കാലഘട്ടത്തിലാണ്. ലോകം കൂടുതൽ വൈവിധ്യമാർന്നതായിരിക്കും. അതുപോലെ തന്നെ ബീറ്റ തലമുറയും. വിവിധ സംസ്കാരങ്ങളും ആശയങ്ങളും തമ്മിലുള്ള ഇടപെടൽ അവർക്ക് സ്വാഭാവികമായിരിക്കും. പരിസ്ഥിതി സംരക്ഷണം, സാമൂഹിക നീതി എന്നീ വിഷയങ്ങളിൽ ബീറ്റ തലമുറയ്ക്ക് കൂടുതൽ അവബോധം ഉണ്ടാകും. അവർ ഭാവിയിലെ ലോകത്തെ രൂപപ്പെടുത്തുന്നവരായിരിക്കും. പഴയ തലമുറകളിൽ നിന്ന് വ്യത്യസ്തമായ പുതിയ ആശയങ്ങളും പരിഹാരങ്ങളും അവർ കൊണ്ടുവരും. അവരുടെ സാങ്കേതിക വിദ്യയിലുള്ള പരിജ്ഞാനം സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. 2035 ആകുമ്പോഴേക്കും ലോക ജനസംഖ്യയുടെ 16% ബീറ്റ ജനറേഷൻ ആയിരിക്കും. ടെക്നോളജിയുമായി കാര്യമായി ബന്ധമില്ലാത്ത തലമുറയാണ് സൈലന്റ് ജനറേഷൻ, അതായത് നിശബ്ദ തലമുറ. ഇവരുടെ കാലഘട്ടം 1928 മുതൽ 1945 വരെയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെയും മഹാമാന്ദ്യത്തിന്റെയും കാലഘട്ടം കൂടിയായിരുന്നു അത്. 1946 മുതൽ 1964 വരെയുള്ള തലമുറ അറിയപ്പെടുന്നത് ബേബി ബൂമേഴ്സ് എന്നാണ്. കമ്പ്യൂട്ടർ കണ്ടുപിടുത്തത്തിന് സാക്ഷികളായ ഇവർക്ക് സാങ്കേതിക വിദ്യകളുമായി പൊരുത്തപ്പെടാനായില്ല. 1965 മുതൽ 1980 വരെയുള്ളവർ ജനറേഷൻ എക്സ് എന്നും 1981 മുതൽ 1996 വരെ ജനിച്ചവരെ മില്ലേനിയൻസ് എന്നും ജനറേഷൻ വൈ എന്നും വിളിക്കുന്നു. കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ്, സ്മാർട്ട് ഫോൺ എന്നിവയുടെ വളർച്ചക്കാലത്ത് വളർന്നവരാണ് ഇക്കൂട്ടർ. ഡിജിറ്റൽ ലോകത്ത് ജനിച്ച ആദ്യ തലമുറയാണ് 1997 മുതൽ 2012 വരെ ജനിച്ച ജനറേഷൻ ഇസഡ്. ജെൻസി എന്നും സെന്റേനിയൻസ് എന്നും ഇവർ അറിയപ്പെടുന്നു. 2013 മുതൽ 2024 വരെ ജനിച്ചവരാണ് ജനറേഷൻ ആൽഫ. AI വിർച്വൽ റിയാലിറ്റിയുടെ കാലത്ത് ജനിച്ചവരാണ് ഇവർ. എന്താണ് AI വിർച്വൽ റിയാലിറ്റി? വിർച്വൽ റിയാലിറ്റി എന്നാൽ കമ്പ്യൂട്ടറിൽ സൃഷ്ടിച്ച മനോഹരമായ ഒരു ലോകത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. നിങ്ങളുടെ തലയിൽ ധരിക്കുന്ന ഒരു പ്രത്യേക ഹെഡ്സെറ്റ് ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഈ ഹെഡ്സെറ്റിന് ചുറ്റും നടക്കുന്നതെല്ലാം കാണാനും കേൾക്കാനും നിങ്ങളെ അനുവദിക്കുന്നു. അങ്ങനെ അത് യഥാർത്ഥ ലോകത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് നിങ്ങൾക്ക് തോന്നില്ല. വീഡിയോ ഗെയിമുകളിൽ മുതൽ സിനിമകൾ വരെ പലതരം കാര്യങ്ങൾക്കായി VR ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, ഒരു ത്രില്ലർ ഗെയിമിൽ നിങ്ങൾ ഒരു ഭീകരനെ പിന്തുടരുന്ന ഒരു പോലീസ് ഓഫീസർ ആക്കാം, അല്ലെങ്കിൽ ഒരു വിദേശ രാജ്യം സന്ദർശിക്കുന്നത് പോലെ അനുഭവപ്പെടാം.